യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 8-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. ഉണർന്നിരിക്കുക, ജാഗ്രത. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഈ സുപ്രധാന മാനത്തെക്കുറിച്ച് ചിന്തിക്കാനാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ക്രിസ്തു നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. ജാഗ്രത എന്നത് നിങ്ങൾ സൂക്ഷിക്കുക, അശ്രദ്ധ ഉള്ളവരായിരിക്കരുത്. അതായത് ഉണർന്നിരിക്കുക, ജാഗരൂകരായിരിക്കുക എന്നതിൻ്റെ അർത്ഥം ഇതാണ്. ഹൃദയം അലസതയിൽ നിബദിക്കാനും ആത്മീയ ജീവിതം മന്ദോഷ്ണതയിൽ അലിഞ്ഞുചേരാനും അനുവദിക്കരുത്. ശ്രദ്ധിക്കുക, കാരണം നിങ്ങൾ മയക്കമുള്ള ക്രിസ്ത്യാനികൾ ആയിത്തീരാനുള്ള സാധ്യതയുണ്ട്. സൂക്ഷിക്കുക. നമുക്കറിയാം, മയക്കത്തിലാണ്ട ധാരാളം ക്രിസ്ത്യാനികളുണ്ട്. ആത്മീയ ലൗകികതയാൽ മയക്കപ്പെട്ട ക്രിസ്ത്യാനികൾ, ആത്മീയ ഉണർവില്ലാത്ത ക്രിസ്ത്യാനികൾ, പ്രാർത്ഥനയിൽ തീക്ഷ്ണതയില്ലാതെ, പ്രേക്ഷിത ദൗത്യത്തിൽ ഉത്സാഹമില്ലാതെ, സുവിശേഷത്തോട് അഭിനിവേശം ഇല്ലാതെ അവർ തത്തകളെ പോലെ പ്രാർത്ഥിക്കുന്നു. ചക്രവാളത്തിലേക്ക് നോക്കാൻ കഴിയാതെ എപ്പോഴും ഉള്ളിലേക്ക് നോക്കുന്ന ക്രിസ്ത്യാനികൾ. ഇത് മയക്കത്തിലേക്ക് നയിക്കുന്നു. ആലസ്യത്താൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. നിർവികാരതയിൽ നിബദിക്കുന്നു. തങ്ങൾക്ക് സൗകര്യപ്രദമായത് ഒഴികെയുള്ള എല്ലാ കാര്യങ്ങളിലും നിസ്സംഗതയുള്ളവർ. ഇത് സങ്കടകരമായ ഒരു ജീവിതമാണ്. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ സന്തോഷമില്ല. നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. ഫരിസേയരുടെയും ഹേറോദിസിൻ്റെയും പുളിപ്പിനെക്കുറിച്ച് കരുതലോടെ ഇരിക്കുവിൻ എന്ന് പറഞ്ഞ ക്രിസ്തുവിൻ്റെ ഉപദേശത്തെ തങ്ങളുടെ കയ്യിൽ അപ്പം ഇല്ലാത്തതിനാലാണ് ഇങ്ങനെ പറയാൻ ഇടവരുത്തിയത് എന്ന ലാഘവ ബുദ്ധിയോടെ സ്വീകരിക്കുന്ന ശിഷ്യന്മാർക്ക് നേരെ കാർക്കശ്യത്തിൻ്റെ ഭാഷ ഉപയോഗിക്കുകയാണ് ക്രിസ്തു ചെയ്തത്. കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ലേ? ചെവിയുണ്ടായിട്ടും നിങ്ങൾ കേൾക്കുന്നില്ലേ? നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ എന്നായിരുന്നു ക്രിസ്തുവിൻ്റെ പരിഭ്രാന്തി. പ്രിയരെ, ജാഗരൂകരായിരിക്കുക എന്നതിൻ്റെ അർത്ഥമിതാണ്. ഹൃദയം അലസതയിൽ നിബദിക്കാനും ആത്മീയ ജീവിതം മന്ദോഷ്ണതയിൽ അലിഞ്ഞുചേരാനും അനുവദിക്കാതിരിക്കുക. അവിടുന്ന് ഇങ്ങനെ പറയുന്നു: നിങ്ങൾ ശിരസ്സുയർത്തി നിൽക്കുവിൻ, നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു. പ്രോത്സാഹനജനകമായ ഈ വചനം കേൾക്കുക മനോഹരമാണ്. നിങ്ങൾ എഴുന്നേറ്റ് ശിരസ്സുയർത്തുക, കാരണം എല്ലാം അവസാനിച്ചുവെന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ കർത്താവ് നമ്മെ രക്ഷിക്കാൻ വരുന്നു. കഷ്ടതകളുടെ നടുവിലും ജീവിത പ്രതിസന്ധികളിലും ചരിത്രത്തിൻ്റെ ദുരന്തങ്ങളിലും പോലും അവിടത്തെ സന്തോഷത്തോടെ പാർത്തിരിക്കുക, കർത്താവിനെ കാത്തിരിക്കുക. എന്നാൽ ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, പരാജയങ്ങൾ എന്നിവയിൽ മുങ്ങിപ്പോകാതെ തല ഉയർത്താൻ നമുക്ക് എങ്ങനെ സാധിക്കും? ശക്തമായ ഒരു ഓർമ്മപ്പെടുത്തലോടെ യേശു നമുക്ക് വഴി കാണിച്ചു തരുന്നു. നിങ്ങളുടെ ഹൃദയങ്ങൾ ഭാരമുള്ളാകാതിരിക്കുവാൻ നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. പ്രാർത്ഥിച്ചുകൊണ്ട് എപ്പോഴും ജാഗരൂകരായിരിക്കുവിൻ. ചെന്നായ തോലണിഞ്ഞ വ്യാജപ്രവാചകന്മാരെ തിരിച്ചറിയാനുള്ള ക്രിസ്തുവിൻ്റെ ആഹ്വാനം കൂടിയാണിത്. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൻ്റെ ആഴവും വ്യാപ്തിയും മനസ്സിലാക്കി അവിടുത്തെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.